അപ്പൊ യുനാനിയിലൂടെ മാറ്റാവുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ യുനാനികളെ മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ, കഫരോഗങ്ങൾ പ്രത്യേകിച്ച് മാറ്റാൻ പറ്റും. പിന്നെ ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ അസ്ഥി രോഗങ്ങൾ, അതായത് ഈ മുട്ടുവേദന, കഴുത്തുവേദന, നടുവേദന, ഇതുപോലുള്ള അസുഖങ്ങൾ നമുക്ക് നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു പിന്നെ സിസ്റ്റാണ് യുനാനി എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ യുനാനി ക്ലിനിക് കാഞ്ഞങ്ങാട് ഉണ്ട് കേട്ടോ. നമുക്ക് ക്ലിനിക്കിലോട്ട് പോവാം. ഇന്നുള്ളത് കാഞ്ഞങ്ങാട് യുനാനി ക്ലിനിക്കിലാണ്. കൂടെയുള്ളത് ഡോക്ടർ മിസബ്. ഡോക്ടർ നമസ്കാരമുണ്ട്. നമ്മുടെ യുനാനി ചികിത്സാ രീതിയെ പറ്റി അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ യുനാനിയിലൂടെ മാറ്റാവുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ യുനാനികളെ മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ, കഫരോഗങ്ങൾ പ്രത്യേകിച്ച് മാറ്റാൻ പറ്റും. പിന്നെ ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ അസ്ഥി രോഗങ്ങൾ, അതായത് ഈ മുട്ടുവേദന, കഴുത്തുവേദന, നടുവേദന, ഇതുപോലുള്ള അസുഖങ്ങൾ നമുക്ക് നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു പിന്നെ സിസ്റ്റാണ് യുനാനി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന ഒരു അസുഖം പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പിന്നെ ഷുഗർ, ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഷുഗറെല്ലാം പൂർണ്ണമായിട്ട് മാറും അല്ലേ? ഷുഗർ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാല് പിന്നെ ഷുഗർ നമുക്ക് വരുന്നതിന് കാരണം 2-3 കാരണങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, സർക്കാഡിയൻ റിതം എന്ന് പറയും. ഇതില് പിന്നെ ചേഞ്ചസ് വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ച് ഷുഗർ വരാനുള്ള ഒരു ടെൻഡൻസി വരും. പിന്നെ നമ്മുടെ അമിതമായ പിന്നെ പഞ്ചസാര ഉപയോഗം, പിന്നെ സ്ട്രെസ്, ഇങ്ങനത്തെ കാരണങ്ങളെല്ലാം ഇതിന് കാരണമാണ്. അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് പിന്നെ അതിന്റെ കൂടെ മെഡിസിന് ഓക്കെ ആണെങ്കിൽ മെഡിസിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ എന്താണ് ഡോക്ടർ യുനാനി അല്ലെങ്കിൽ യുനാനി എന്ന് പറയുന്നത് ശരിക്കും ഒരു അറേബ്യൻ ചികിത്സ, അതായത് പ്രാചീന കാലത്ത് അറബികൾ ചികിത്സിച്ചു പോന്നിരുന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി. പിന്നീട് അത് പിന്നെ ഗ്രീക്കിലെത്തപ്പെട്ടു. ഗ്രീക്കിൽ നിന്ന് അത് വളർന്നു. ഗ്രീക്കിൽ എത്തപ്പെട്ടത് കൊണ്ട്, ഗ്രീക്കിൽ നിന്ന് വളർന്നതായത് കൊണ്ടാണ് ഗ്രീക്കിലുള്ള ഒരു പ്രദേശത്തിന്റെ പേര് ഇതിന് വന്നത്. യുനാൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഗ്രീക്കില്. അതുകൊണ്ടാണ് ഇതിന് യുനാനി എന്നുള്ള പേര് വന്നത്. അത് നമ്മുടെ ഈ മോഡേൺ മെഡിസിനിൽ പറയുന്ന ഹിപ്പോക്രാറ്റനി ആയിരുന്നു ഇതിന്റെ പിതാവും എന്ന് പറയുന്നത്. ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ്? ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് നമ്മൾ 2-3 ടൈപ്പ് ചികിത്സാ രീതികളുണ്ട്. ഒന്ന് തെറാപ്പി മാത്രമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. ചില ആളുകൾക്ക് തെറാപ്പി മാത്രം മതിയാവും. ചില അസുഖങ്ങൾക്ക് മെഡിസിനും കൊടുക്കേണ്ടി വരും. ചില അസുഖങ്ങൾക്ക് മെഡിസിൻ ആവശ്യം വരില്ല. അത് ഭക്ഷണം തന്നെ മെഡിസിനായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അസുഖം മാറിക്കോളും. ഇങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് യുനാനിയിൽ പറയുന്നത്. ഡോക്ടറെ, അതുപോലെ ഹിജാമ എന്താണ്? ഹിജാമ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് കൊമ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം. ഇതൊരു ചൈനീസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. കുറെ കാലം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചൈനക്കാര് പിന്നെ ചെയ്തു പോന്നിരുന്ന ഒരു ചികിത്സാ രീതിയാണ് ശരിക്കും ഹിജാമ എന്ന് പറയുന്നത്. പിന്നെ അത് അറബികളത്തേക്ക് വന്നു, അറബികൾ ഏറ്റെടുത്തു. പിന്നെ അതുകൊണ്ടാണ് ഇതിന് ഹിജാമ, ഹജം എന്ന് പറയും. അതായത് പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇൻഫ്ലമേഷൻസ്, അതായത് ശരീരത്തിലെ നീർക്കെട്ടുകൾ, നീരിറക്കം, ഇതുപോലുള്ള അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്കിന്നിനെ ഉള്ളിലേക്ക് വലിച്ചിട്ട് സക്കിയ എന്ന് പറയാം. ഹജം എന്ന് പറഞ്ഞാൽ സക്കിയ എന്ന അർത്ഥം. അപ്പൊ അത് സ്കിന്നിന് ഉള്ളിലേക്ക് വലിച്ചെടുത്ത് നമ്മുടെ 3 ലെയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിന് 3 ലെയേഴ്സ് ഉണ്ട്. അതിനടിയിൽ പോലുള്ള ഇൻഫ്ലമേഷൻ ഒഴിവാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാല് കപ്പിംഗ് ഹിജാമ എന്ന് പറയുന്നത്. കൊമ്പുവക്കൽ ചികിത്സാ രീതി എന്ന് കേട്ടിട്ടുണ്ട്. അതന്നെ, കൊമ്പുവക്കല് ഹിജാമ ഒന്ന് തന്നെയാണ്. പഴയ കാലങ്ങളിൽ ഇത് കൊമ്പായിരുന്നു യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കൊമ്പുവക്കൽ എന്ന് പറയപ്പെടുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് കാഞ്ഞങ്ങാട് ലിവ് ഹെൽത്ത് യുനാനി ക്ലിനിക്ക്, പിന്നെ പുതിയോട്ട ടൗൺ ഹാളിന്റെ നേരെ ഓപ്പോസിറ്റ്. ഡോക്ടറെ, കാഞ്ഞങ്ങാട് മാത്രമാണോ അതോ കൺസൾട്ടേഷൻ വേറെ ഉണ്ടോ? ഞാൻ മാസത്തിലൊരു തവണ തൃശ്ശൂർ കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ പിന്നെ കൂടുതൽ വരുന്നത് ഈ വെള്ളപ്പാണ്ട് പോലുള്ള അസുഖങ്ങൾക്കുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ വെള്ളപ്പാണ്ടും ഷുഗറും മാറ്റാൻ പറ്റുന്ന അസുഖങ്ങളാണ്. അതെ, വെള്ളപ്പാണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അത് പല ആളുകളെയും ധാരണ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ ധാരണ നമുക്ക് പിന്നെ ഒഴിവാക്കി തന്നെ നമ്മുടെ അടുത്തേക്ക് വരിക, നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കുന്നതാണ്. ഇപ്പൊ ഡോക്ടറെ, വെള്ളപ്പാണ്ടിന്റെ മാത്രം ചികിത്സാ രീതി എങ്ങനെയാണ്? വെള്ളപ്പാണ്ട് എന്ന് പറയുമ്പോൾ പൊതുവെയുള്ള ധാരണ എന്താ, ചില ആൾക്കാർക്ക് മാറൂല എന്നുള്ളൊരു ധാരണയുണ്ട്. ഇത് ശരിക്കും കോസ്മെറ്റിക് ഡിസീസാണ്. അങ്ങനെ പകരുന്ന അസുഖമല്ല ഇത് ശരിക്കും. അതുപോലെ ഇത് പൂർണ്ണമായിട്ട് മാറ്റാനും പറ്റും. പിന്നെ ആൾക്കാരുടെ രോഗവ്യാപനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് 1 വർഷം കൊണ്ട് മാറും, ചില ആൾക്ക് 6 മാസം കൊണ്ട് ചേഞ്ച് ആവും, ചില ആളുകൾക്ക് 1.5 വർഷം വരെ മെഡിസിൻ കഴിക്കേണ്ടി വരും.
അങ്ങനെ പല പല ടൈപ്പ് പ്രശ്നങ്ങളും ഉണ്ടാവും. അതായത് പല പല ടൈപ്പ് വെള്ളപ്പാണ്ടുകളും ഉണ്ടാവാറുണ്ട്. ഞാൻ വെള്ളപ്പാണ്ടിന്റെ ചികിത്സാ രീതി എടുത്തു ചോദിച്ചത് തന്നെ വെള്ളപ്പാണ്ട് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ മെന്റലി ഉള്ള പ്രശ്നങ്ങളാണ്. നമുക്കൊരു സോഷ്യൽ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ പോകാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും ആൾക്കാർക്ക്. അത് കൊച്ചുകുട്ടികൾക്കൊന്നല്ല, തീർച്ചയായും. ഇവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഈ അടുത്ത് വന്നതാണ്. കുട്ടി ഇപ്പൊ 3 മാസമായി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. 5 വയസ്സുള്ള കുട്ടിയായിരുന്നു. 3 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വെള്ളപ്പാണ്ടെന്ന് വെച്ചാൽ ശരീരത്തിൽ മാത്രം ചില ഭാഗങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ല, ശരീരം മൊത്തം വ്യാപിക്കുന്നു. അത് യൂണിവേഴ്സൽ വിറ്റ്ലിഗോ എന്ന് അതിന് പറയാം. അതും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, അതുപോലെ ഇവിടെ വരുന്ന ആൾക്കാർ ഏതുതരം രോഗങ്ങൾ കൊണ്ടാണ് വരുന്നത്? അത് മെയിനായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടുവേദന, കഴുത്ത് വേദന, പുറം വേദനയുള്ള ആൾക്കാരുണ്ട്. പിന്നെ മൈഗ്രെയിൻ എന്ന പ്രശ്നം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. ഈ മൈഗ്രെയിൻ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. മൈഗ്രെയിൻ ഒരുപാട് പ്രയാസമുള്ള ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്, അവർ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ വരുന്നത് വെള്ളപ്പാണ്ട്, പിന്നെ ഷുഗർ, ഇതുപോലുള്ള അസുഖങ്ങൾക്ക് വരുന്ന ആൾക്കാരുണ്ട്. യുനാനി ക്ലിനിക്കിൽ വന്നപ്പോ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. പേരെങ്ങനെയാ സാറേ? സുബൈർ. എന്ത് പറ്റിയാണ്? എനിക്ക് ഷുഗറാണ്. ഷുഗർ ആയിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളായി. ഇവിടെ വരാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി? ഇവിടെ വരാൻ വേണ്ടി ഏകദേശം ഒരു 3 മാസമായി. 3 മാസമായി. ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടീഷൻ? ഷുഗർ നല്ല ലെവലുണ്ട്, ഏകദേശം ലെവലിലാണ്. മുമ്പ് എനിക്ക് ഫാസ്റ്റിംഗിൽ തന്നെ 300 മുകളിലുണ്ടായിരുന്നു, 400 വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫാസ്റ്റിംഗിൽ ഏകദേശം 94, 100ന്റെ അകത്തായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വരാൻ കാരണം തന്നെ എന്റെ പെങ്ങൾ ഇതുപോലെ ഷുഗറിന്റെ രീതിയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരോ പറഞ്ഞിട്ട് വന്നാണ്. പെങ്ങളോടെ വന്നിട്ടാകുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഡോക്ടറോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവർക്കും ഷുഗറാണ്? അവർക്കും ഷുഗറാണ്. പാരമ്പര്യമായിട്ട് എല്ലാവർക്കും ഷുഗറുണ്ട്. എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല, 15 വർഷത്തോളമായി ഈ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസം ആയിട്ടുള്ളൂ. മെഡിസിൻ നല്ല എഫക്ട് ഉണ്ട്. കാരണം ഫുഡ് കൺട്രോൾ ചെയ്യുന്നില്ല. അത് ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഫുഡ് ഗുളിക വേണമെങ്കിൽ ഞാൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തുതരാം. ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാൻ മുമ്പേ ചെയ്യാറില്ല, ഇപ്പോഴും ഇല്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു ഐസ്ക്രീം വരെ തിന്നിട്ടാ വരുന്നത്. ചോക്ലേറ്റ് ഐസ്ക്രീം എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 15 വർഷമായിട്ട് പോലും ഇപ്പോഴാണ് അതിന്റെ ട്രീറ്റ്മെന്റിൽ ഏകദേശം ലെവലിൽ വന്നിട്ടുള്ളത്. എന്റെ കെയർ ഓഫിൽ തന്നെ ഏകദേശം 10 പേരോളം ഈ ഷുഗർ പേഷ്യന്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ എന്താക്കാണ്, കാരണം എനിക്ക് മാറ്റമുണ്ട്, അത് ഞാൻ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തിട്ട് 10 പേരോളം ഇപ്പൊ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഗൾഫിലുള്ളവരുണ്ട്, കണ്ണൂരിൽ നിന്ന് പോലും എന്റെ ഫ്രണ്ട്സിനെ അവിടെ വരുത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഷുഗർ മാറുന്ന രോഗമാണ്? തീർച്ചയായിട്ടും 100% എനിക്ക് വിശ്വാസമുണ്ട്. ഡെയിലി ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്. എപ്പോഴും എനിക്ക് എന്തായാലും 250, 260, 300. അത് ഫാസ്റ്റിങ്ങിലാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ആഫ്റ്റർ ഫുഡ് ആണെങ്കിൽ നല്ല ഹൈ ഉണ്ടാവും, 500ന്റെ അടുത്തൊക്കെ വരാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷം വന്നിട്ട് ഒരാഴ്ച 1 വീക്ക് ആകുമ്പോഴന്നെ എനിക്ക് മാറ്റം തുടങ്ങിയിട്ടുണ്ട്. 1 വീക്കിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴേക്ക് 94, 10 ചെക്ക് ചെയ്യുമ്പോഴേ 92. ഓക്കെ. അപ്പോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ശരി, താങ്ക്സ്.